World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. വസ്തുതാപരമായിട്ടുള്ളൊരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ എന്ന് ഞാൻ കരുതുന്നില്ല. പൊതുവിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്തിനില്ലാതാക്കണം? കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണല്ലോ ഇവിടെ മലബാർ സിമൻസ് അടക്കം അടച്ചു പൂട്ടേണ്ടി വന്നു. ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. 2 മണിക്കൂർ 3 മണിക്കൂറായിരുന്നല്ലോ പവർ കട്ട്. മുന്നേറ്റമാണ് പറയുന്നത്. എങ്ങനെയാണ് CPM കാണുന്നത്? നിങ്ങളിവിടെ വന്നിട്ട് ഒരു പരിഗണിച്ചില്ല എന്നുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രം പ്രതികരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയും LDFും ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി LDFിൻ്റെ വിജയസാധ്യതയെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എക്സിറ്റ് പോൾ തള്ളുന്നു എന്നുള്ളതാണ്. അതെ അതെ, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ. ഒന്ന്, കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി ഒരു രൂപത്തിലുമുള്ള വികാരം എവിടെയുമില്ല. പിന്നെ എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരള ജനത വെറുക്കണം? ഇതിനുകൂടി ഉത്തരം പറയേണ്ടതായിട്ടുണ്ടല്ലോ. അങ്ങനെ വസ്തുതാപരമായിട്ടുള്ളൊരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അതിൽ ഒരേജൻസി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും എന്നും പറയുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ള മറ്റൊരു ഏജൻസി 3 സീറ്റേ കിട്ടുമെന്നും പറയുന്നുണ്ട്. അപ്പം അത്രയും അജഗജാന്തരമാണ് വിവിധ ഏജൻസികളുടെ തന്നെ നിഗമനങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആൻറ്റി ഇൻകംബൻസി ഇല്ലാത്ത ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. പൊതുവിൽ ജനങ്ങൾ സംതൃപ്തരാണ്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്തിനില്ലാതാക്കണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും എല്ലാ എക്സിറ്റ് പോളുകളിലും UDF മുൻതൂക്കം പറയുന്നത്? അറിയില്ല. കാരണം ഇതേ രൂപത്തിലുള്ള എക്സിറ്റ് പോള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും വലിയ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണമായിരുന്നു. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരുന്നു അന്നത്തെ പ്രചരണം. ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. കേന്ദ്രവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ശക്തമായ ആയുധമാക്കിയെടുത്തതാണ്. ആ രൂപത്തിലുള്ളൊരു ആരോപണമൊന്നും ഇപ്പം ഇല്ല. ഒരു കാലഘട്ടത്തിൽ ലാവിലിട്ടായിരുന്നു. അപ്പോൾ ഉയർത്തിക്കൊണ്ട് വന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ മേൽവിലാസം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരൊറ്റ അഴിമതി ആരോപണവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അല്ല, അതിലിപ്പോൾ 4 ഏജൻസികളല്ലേ നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ചില ഏജൻസികൾ LDF അധികാരത്തിൽ വരുമെന്നുള്ളത് ഒരു ചെറിയ മുൻതൂക്കം LDFനാണെന്ന് മലയാള മനോരമ, മാതൃഭൂമിയൊക്കെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. കേരളത്തെ നശിപ്പിക്കുന്നതിൽ, കേരളത്തെ തകർക്കുന്നതിൽ കേരളത്തിലെ ജനത കൂട്ടുനിൽക്കില്ല എന്ന് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ഈ എക്സിറ്റ് പോളുകളുടെ ഒരു കണക്കെടുക്കുമ്പോഴേ നേരത്തേക്ക് VD സതീശൻ്റെയൊക്കെ പ്രധാന അവകാശവാദം 100+ എന്നായിരുന്നു. പക്ഷേ എവിടെയും ഈ എക്സിറ്റ് പോളിലൊന്നും 100+ കാണുന്നില്ല. അപ്പോൾ അതായത് UDF തരംഗം എന്ന് ഒരു എക്സിറ്റ് പോളും 100+ കിട്ടിയിട്ടില്ലെങ്കിൽ രാജിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, ആദ്യം പറഞ്ഞു, പിന്നീടാണ് അത് മാറ്റിയത്. 100+ എന്നുള്ളതിൽ ആദ്യം നിന്നു. പിന്നെ വനവാസം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നാമത് ഗവൺമെൻറ് കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ രൂപത്തിലുള്ള അടിപിടിയും നേർച്ച എന്ന് പറയുന്നത് ചില്ലറ നേർച്ചയില്ല. എതിരാളിയായിട്ടുള്ള ആൾക്ക് ഒരു രൂപത്തിലും ജീവൻ നിലനിർത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ഗൂഢോത്രമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കെ സുധാകരനെതിരായിട്ട് ഒരു ഗൂഢോത്രം നടത്തി ഓർമ്മ നിങ്ങൾക്ക്? അത് അദ്ദേഹം പറഞ്ഞല്ലോ, KPCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത്
ഇപ്പം ഞാൻ അത് കണ്ടുപിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിക്കുമായിരുന്നു. അത് ഇത് കോൺഗ്രസ്സുകാരാണ്, ജ്യോത്സ്യന്മാരെ പിടിച്ചിട്ട് അവർ ജീവിപ്പിച്ചതാണ്. അങ്ങനെയുള്ള കുറേ ജ്യോത്സ്യന്മാർ അവർക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വേലത്തിലായിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. എന്തായാലും കേരളത്തിലെ ജനത LDFനെ വീണ്ടും അധികാരത്തിൽ വരുത്തുമെന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. ഈ BJPക്ക് നിലവിൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഒരൊറ്റ സീറ്റും കിട്ടില്ല, അക്കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ ഒറ്റ സീറ്റ് BJPക്ക് കിട്ടില്ല. ഓക്കെ. അതിൽ മറ്റൊരു വിഷയം ഈ വൈദ്യുതി കരാറുമായി ബന്ധപ്പെട്ടാണ്. 2015 കരാറുകൾ റദ്ദാക്കിയത്, അതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, അതുകൊണ്ടാണ് ഇത്തരം ഇഷ്യൂ എന്നും ഒരു അഭിപ്രായമുണ്ടോ? അല്ല, ഞാനിന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എഴുതാനുള്ള കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. കാരണം മാർക്കറ്റ് വില കൂടിയ സമയത്ത് ഒരു കരാറ് റദ്ദാക്കുകയാണ്. മാർക്കറ്റിനേക്കാളും കരാറ് പ്രകാരം വൈദ്യുതി ലഭ്യമാകുന്ന ഘട്ടത്തിൽ കരാറ് റദ്ദാക്കുന്നു. എന്നാൽ മാർക്കറ്റിനേക്കാളും വില കൂട്ടി കരാറുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ രണ്ടും നമ്മൾ കാണുകയാണ്. റെഗുലേറ്ററി കമ്മീഷൻ്റെ ഈ രണ്ട് സമീപനവും എനിക്ക് ആദ്യ സംശയമായിരുന്നു. കാരണം 25 വർഷത്തേക്ക് ഒരു കരാറ് 4 രൂപ 49 പൈസ യൂണിറ്റിന് ഉണ്ടാക്കുന്ന സമയത്ത് അന്ന് 3.5 രൂപക്ക് പൊതുമാർക്കറ്റിൽ കിട്ടും. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ട് ആ കരാർ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരം ഇല്ലാതെ UDF നടപ്പിലാക്കുകയാണ്. പിന്നെ LDF അധികാരത്തിൽ വന്നതിന് ശേഷവും അത് നടപ്പിലാക്കുകയാണ്. അങ്ങനെ റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗീകാരമില്ലാതെ 7 വർഷം ആ കരാറുമായി ബന്ധപ്പെട്ട് രണ്ട് ഗവൺമെൻറ്റുകളും മുന്നോട്ട് പോയി. പിന്നെ ഇതിൻ്റെ നേരെ ഇരട്ടി വില മാർക്കറ്റിലുണ്ടാകുമ്പോൾ, പവർ എക്സ്ചേഞ്ചിലുണ്ടാകുമ്പോൾ അതിൻ്റെ നേരെ പകുതിക്ക് കിട്ടിയ കരാർ റദ്ദ് ചെയ്യുന്നു. ഒരു വല്ലാത്ത വൈരുദ്ധ്യമാണത്. അപ്പോൾ ഇത് പരിശോധിക്കേണ്ടതാണെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എടുത്തു എന്തെങ്കിലും താല്പര്യം റെഗുലേറ്ററി കമ്മീഷൻ അല്ല, താല്പര്യം അത് പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം അടക്കം പ്രസംഗിച്ചത് ഈ പവർ കട്ടെല്ലാം LDF സർക്കാരിന്റെ കാലത്ത് വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നതായിരുന്നു. അല്ല, അത് പിന്നെ അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. കാരണം പവർ കട്ടിൻ്റെ വക്കിലെത്തിയ സമയത്ത്, കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്താണല്ലോ ഇവിടെ മലബാർ സിമൻസ് അടക്കം അടച്ചു പൂട്ടേണ്ടി വന്നു. ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. 2 മണിക്കൂർ 3 മണിക്കൂറായിരുന്നല്ലോ പവർ കട്ട്. അതിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തിയത് സഖാവ് VSൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ്. അതെല്ലാവർക്കും അറിയാം. നിറയെ ട്രാൻസ്ഫോർമറുകൾ വെച്ച് കൊടുത്ത് ഊർജ സംരക്ഷണത്തിന് അമിത പ്രാധാന്യം നൽകി കംപ്ലീറ്റ് ഈ സാധാ ബൾബുകൾ, വൈദ്യുതി കൺസംഷൻ കൂടുതലുള്ള ബൾബുകൾ മാറ്റി EFL ബൾബുകൾ 120 രൂപ പൊതുമാർക്കറ്റിലുള്ളത് 30 രൂപക്കാണ് അന്ന് ഞങ്ങൾ കൊടുത്തത്. അങ്ങനെയാണ് ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി അന്നത്തെ ഡെഫിസിറ്റ് പരിഹരിച്ചത്. അതൊരു എനർജി കൺസർവേഷൻ വിഭാഗവും ശക്തിയായിരുന്നു. നിർഭാഗ്യവശാൽ പിന്നീട് അതങ്ങ് പോയി. ഇപ്പോൾ തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് ഒരു കടയില്ല, ഇവിടെ ഒരു ടെക്സ്റ്റൈൽ കട, അവിടെ ഇപ്പോൾ എത്രയാണ് വൈദ്യുതി കത്തുന്നത്? 40 ബൾബാണ് കത്തുന്നത്. ഞാൻ എണ്ണി നോക്കി, 40 എണ്ണം, മുകളിൽ 40, 120. ആകെ 3-4 ബൾബേ ആകെ ആവശ്യമുള്ളൂ. എൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ ലൈൻമാൻ പോയിട്ട് അത് ഡിസ്കണക്ട് ചെയ്യും. അപ്പോൾ ഊർജ സംരക്ഷണം ഇത്തരമൊരു ഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. അതിനും വേണ്ടപ്പെട്ട രൂപത്തിലുള്ള ഇത് കൊടുത്തില്ല. പിന്നെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടു KSEB കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ജൂൺ മാസത്തിൽ അവർ നടത്തിയിട്ടുള്ള റിവ്യൂവിൽ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ വരാൻ പോകുന്ന ഡെഫിസിറ്റിനെ സംബന്ധിച്ച് അവർ കണ്ടിട്ടുണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിനനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള ഈ വിവാദം ഉണ്ടാകുമായിരുന്നില്ല. എൻ്റെ ഇഷ്യൂ അതല്ല. ഈ രണ്ട്
ഉണ്ടാക്കിയ കരാർ ഒരു ഭാഗം അത് സാധാ നിലയിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല 25 കൊല്ലത്തേക്ക്. പിന്നെ ക്രൈസിസ് ഉള്ള സമയത്ത് അത് റദ്ദ് ചെയ്ത് കോടിക്കണക്കിന് രൂപ സ്വകാര്യ കമ്പനികൾക്ക് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി. ഇത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് നിങ്ങൾ ചോദിച്ചത്. ഇപ്പൊ സാദിഖലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. AK ബാലന് മറുപടി എന്നാണ് പറയുന്നത്. ലീഗിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് ലീഗ് തന്നെയാണ്, പുറത്തുനിന്നുള്ള ആരെയും ലീഗിന്റെ അജണ്ട നിശ്ചയിക്കാറില്ല. നേരത്തെ പലയിടം പറഞ്ഞതിനൊരു മറുപടി ആയിട്ടാണ്. അല്ല, ഞാൻ ഇപ്പം പറഞ്ഞതിനുള്ളതല്ലേ. അല്ല, ലീഗിൻ്റെ അജണ്ട ലീഗ് തന്നെ നിശ്ചയിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ലീഗിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗീയ ശക്തികളുടെ സ്വാധീനത്തിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ഗവൺമെൻറ്. അത് ഞാൻ പറഞ്ഞതല്ല, അത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞതാണ്. കാരണം ചരിത്രം ഓർമ്മപ്പെടുത്താനുള്ളതാണ്, തമസ്കരിക്കാനുള്ളതല്ല. അപ്പം ലീഗ് മതനിരപേക്ഷ മനസ്സുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിൽ തന്നെ ഉറച്ച് നിൽക്കണമെന്ന് മാത്രമല്ല, ഇത്തരം ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് പണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ആ ശക്തികൾക്ക് വിധേയമായി പോകാൻ പാടില്ല എന്നുള്ള ഒരാശങ്ക പ്രകടിപ്പിച്ചതാണ്. അല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണല്ലോ. അപ്പം അന്നേരം ബാക്കി പറയാം.